നമസ്കാരം. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് വരെ പ്രയോജനം കിട്ടി എന്ന് ബോധ്യമാകുന്നതുവരെ ഒരു പോരാട്ടം നടത്തണമെന്നാണ് സെയിലിംഗ് കമന്ററിയുടെ ആഗ്രഹം. കമന്ററി ആരംഭിക്കുന്നു. ഈ പ്രോഗ്രാം സാധാരണ ഒരു യൂട്യൂബ് പ്രോഗ്രാമായിട്ടല്ല കൺസീവ് ചെയ്തിരിക്കുന്നത്. 30 വർഷമോ 35 വർഷമോ തുടർന്നു വന്ന സമരങ്ങളുടെ മറ്റൊരു സമരരൂപമായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം നമ്മുടെ ഈ വിഷയം ഇത് കാസർഗോഡ് ഇരിക്കുന്നയാൾക്ക് വരെ, അവിടുന്ന് ഫൈസൽ പലപ്പോഴും കണ്ടെയ്നർ ട്രാക്ക് ചെയ്യാൻ അയച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് കാസർഗോഡ് ഇരിക്കുന്ന ആൾ വരെ, കാസർഗോഡ്, വയനാട്, ഇടുക്കി, കേരളം മുഴുവൻ ഇരിക്കുന്ന ആളുകൾക്ക് പ്രയോജനം കിട്ടുവാൻ വേണ്ടിയാണ് ഈ പ്രൊജക്ട്. അതിനുവേണ്ടി നിരവധി പേർ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതിനിവിടെ കുറച്ച് കപ്പലെടുത്തതുകൊണ്ടോ കുറച്ച് കണ്ടെയ്നർ ഇറക്കി വെച്ചതുകൊണ്ടോ ഗേറ്റ് തുറന്നതുകൊണ്ടോ മാത്രം അത് സാധ്യമാകില്ല എന്നുള്ള തിരിച്ചറിവ് വളരെ പണ്ടേ ഉണ്ട്. ഇതൊരു കാറ്റലിസ്റ്റാണ്. നമ്മുടെ തുറമുഖം ഒരു കാറ്റലിസ്റ്റാണ്. അത് ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെന്റുകൾ നടത്തുന്ന പ്രതിപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഏറ്റവും പാവപ്പെട്ടവന് പോലും ഈ പ്രോജക്റ്റ് കൊണ്ട് ഫലമുണ്ടാവുക. നമുക്ക് അനുഭവമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള തുറമുഖം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലുള്ള തുറമുഖം, രാജ്യത്തുള്ള വിവിധ തുറമുഖങ്ങൾ, ഇതിലൂടെ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇമ്പാക്റ്റാണ് ട്രിവാൻഡ്രം പോർട്ട് സംസ്ഥാനത്തിനും രാജ്യത്തിനും നൽകാൻ പോകുന്നത്. അപ്പോൾ കണ്ടെയ്നർ ഇറക്കി വെക്കുക, കണ്ടെയ്നർ കയറ്റി വിടുക, കുറച്ച് വാല്യൂ അഡീഷൻ നടത്തുക, കുറച്ച് ഉൽപാദനം നടത്തുക എന്നത് മാത്രമല്ല, ഈ മാരിടൈം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയാൽ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അപൂർവ അവസരം, അപൂർവ ലൊക്കേഷൻ, അത് സമൂഹത്തിലെ എല്ലാത്തരം ആളുകൾക്കും പ്രയോജനപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് അമേരിക്ക. അവിടുത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒരു കോംപ്ലക്സ് ആണ്. അവിടുത്തെ ഒരു പോർട്ടിന്റെ ഒരു കോംപ്ലക്സ് ഉണ്ട്, ദ സാൻ പെദ്രോ ബേ പോർട്ട് കോംപ്ലക്സ് എന്നാണ് പറയുക. അവിടെ 2 പോർട്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്, ലോങ് ബീച്ചും ലോസ് ഏഞ്ചൽസും. പസഫിക് സൈഡാണ്. നമ്മുടെ ഇവിടുന്ന് TRV, സിംഗപ്പൂർ, ഷാങ്ഹായ്, ജപ്പാൻ, ടോക്കിയോ, അത് കഴിഞ്ഞ് പസഫിക് സമുദ്രം, അത് കഴിഞ്ഞിട്ടാണ് ഈ പോർട്ട് വരുന്നത്. ആ പോർട്ടാണ് 31%, അമേരിക്കയുടെ 31% കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത് ഈ 2 കോംപ്ലക്സ് ആണ്. അവര് 2024 കണക്കനുസരിച്ച് 97 ലക്ഷം ഹാൻഡിൽ ചെയ്തു. 97 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തു. ഇപ്പോൾ അത് 1 കോടിക്ക് പുറത്തായിട്ടുണ്ടാവും. ആ പോർട്ടിലെ ലോങ് ബീച്ച് പോർട്ട് ഏറ്റവും ഒടുവിൽ ഒരു മത്സരം, പോർട്ട് ഓഫ് ലോങ് ബീച്ച് ഓഫേഴ്സ് $1 million പ്രൈസ് ഫോർ ഫെസ്റ്റ് മെത്തനോൾ ബങ്കറിംഗ്. മെത്തനോൾ ബങ്കറിംഗ് നടത്തുന്ന ഒരു കപ്പലിന് 10 കോടി രൂപ, 1 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 10 കോടി രൂപ സമ്മാനമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോ ഇത് ശാസ്ത്രത്തിൽ, ഗവേഷണത്തിൽ, ഭാവി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. ചൈന തൊട്ട് പിന്നാലെയുണ്ട്. അപ്പൊ അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഈ അടുത്തൊരു ഫ്യൂവൽ എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പായി കഴിഞ്ഞു. അത് പരമാവധി പ്രോത്സാഹിപ്പിക്കാനാണ് അവർ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ നടപടി കൊണ്ട് തന്നെ ഒരു ബദൽ ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് മെത്തനോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നു. അതിന്റെ വിശദാംശങ്ങൾ പിന്നോട്ട് വരാം. സമ്മാനം ഇതാണ്: ദ പോർട്സ് കമ്മീഷൻ ഹാസ് സൈൻഡ് ഓഫ് ഓൺ ആൻ ഇൻസെന്റീവ് അവാർഡ്, എ പ്രൈസ് ദാറ്റ് വിൽ ബി അവാർഡഡ് ടു ദ ഫസ്റ്റ് ഷിപ്പ് to carry out a full-scale methanol bunkering evolution at Long Beach. പല കപ്പലുകളും വരുന്നുണ്ട്, പല കപ്പലുകളും മെത്തനോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷെ സമ്പൂർണമായി വേറെ ഫ്യൂവലിനെ ഒന്നേ ഇപ്പോൾ ഈ ഡ്യുവൽ ഫ്യൂവൽ എന്നാണ് പറയുന്നത് ഇത്തരം കപ്പലുകളെല്ലാം. മെത്തനോൾ കിട്ടുകയാണെങ്കിൽ മെത്തനോൾ ഉപയോഗിക്കാം, ഇല്ലാത്തപ്പോൾ ഡീസൽ ഉപയോഗിക്കാം, കൺവെൻഷണൽ ഫ്യൂവൽ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഏകദേശം 400 കപ്പലുകൾ ഇന്ന് നമ്മുടെ സമുദ്രങ്ങളിൽ ഓടുന്നത്.
അതിൽ നിന്ന് വ്യത്യസ്തമായി സമ്പൂർണമായും മെത്തനോൾ ബങ്കറിംഗ് നടത്തി വരികയും പോവുകയും ചെയ്യുന്ന ഒരു കപ്പലിനാണ് അവര് 10 കോടി രൂപ, ഒരു $1 മില്യൺ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏറ്റവും പാവപ്പെട്ടവന് പ്രയോജനം ചെയ്യുന്നത് വരെയുള്ള ഒരു പോരാട്ടമാണ് ഈ പരിപാടി. മാത്രമല്ല നമ്മുടെ നിയോഗം മുഴുവൻ. ഒരു 2 വർഷം മുമ്പായിരിക്കും, സെയിലിംഗ് കമ്മിറ്റി പലതവണ പറഞ്ഞ ഒരു വിഷയമാണ്. 2 വർഷം മുമ്പ് നമ്മുടെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മെത്തനോൾ പ്രയോജനപ്പെടണം. പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഏറ്റവും ആരോപണം, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? ഞങ്ങൾ അദാനി അംബാനിമാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്, വൻകിട പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഇവിടെ സാധാരണ മനുഷ്യർ അവരുടെ ഏറ്റവും വലിയ വിഷമം പിടിച്ച ഒരു ഘട്ടത്തിൽ 1 വർഷത്തോളം പിന്നാലെ നടന്നത് ഒരു ഗവേഷണം നടത്തി ഇറക്കിയ പുസ്തകമാണ് ഓഖി, 1-ാം പ്രതിയും കൂട്ടുപ്രതികളും. അന്ന് അവർക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അതിന്റെ ഫലപ്രാപ്തിയിലെത്താൻ പരമാവധി ശ്രമിക്കും. അങ്ങനെ അവരുടെ എഞ്ചിൻ, അവരുടെ ഔട്ട്ബോർഡ് എഞ്ചിൻ എന്ന് ഉപയോഗിക്കുന്ന എഞ്ചിൻ, അവരുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും കൊണ്ടുപോകുന്നത് മണ്ണെണ്ണയും ഡീസലുമാണ്. അപ്പൊ അവർക്ക് ആശ്വാസകരമാകുന്ന ഒരു ബദൽ ഇന്ധനം മെത്തനോളിൽ നിന്ന് രൂപപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ഗവേഷണം പല ഘട്ടങ്ങളിലൂടെ നടന്ന് അവസാനം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. ഈ നമ്മൾ കപ്പലിലെ എഞ്ചിനെ കുറിച്ചൊന്നും നമ്മൾ ഗവേഷണം നടന്നില്ല. അത് അമേരിക്കയും ജപ്പാനും ചൈനയും ഒക്കെ അത് ഗംഭീരമായി നടത്തുന്നുണ്ട്. അത് വിജയകരമാണെന്ന് അവർ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ഔട്ട്ബോർഡ് എഞ്ചിന്, ഈ ചെറിയ 3 പേര് 4 പേര് പോകുന്ന ഒരു വള്ളത്തിന് ഈ എഞ്ചിൻ, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അത്തരം വള്ളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അവർക്ക് സഹായകരമാകുന്ന ഒരു ഇന്ധനം രൂപപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ഗവേഷണം കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചു. ഞാൻ ചുരുക്കി പറയാം, സമയം കൂടുതൽ കാരണം. അപ്പൊ അവർ അത് താല്പര്യപൂർവ്വം ഗവൺമെന്റിൽ ഒരു പ്രപ്പോസലായിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് ഈ ഗവേഷണം നടത്തി ഇത് പ്രൂവ് ചെയ്യാൻ, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഇന്ധനമാക്കി മാറ്റാൻ, ആ എഞ്ചിനിൽ ചില മോഡിഫിക്കേഷൻ, റിട്രോഫിറ്റിംഗ് എന്ന് പറയും, വരുത്തിയാൽ ഇത് പറ്റുമോ ഇല്ലയോ എന്ന് അറിയണം. അങ്ങനെ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് ബോധ്യമായി, ഇതൊരു നല്ല പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞ് ബോധ്യമായിട്ട് 20 ലക്ഷം രൂപ അതിന് അനുവദിച്ചു. അടിവരയിട്ട് പറയണം, അനുവദിച്ചു. പെട്ടെന്നാണ് ചില ആളുകൾക്ക് ഭൂതോദയം ഉണ്ടായത്. അങ്ങനെ 20 ലക്ഷം രൂപ പാസ്സായ വിവരം അനുസരിച്ച് ഇത് ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ലാബ് സെറ്റ് ചെയ്യാനൊക്കെ ആ കോളേജ് ശ്രമം തുടങ്ങിയപ്പോൾ ആരാണോ ഈ ആശയം, പ്ലാനിംഗ് ബോർഡിലാണത്, വേറെ എവിടെയല്ല, പ്ലാനിംഗ് ബോർഡിൽ കൊണ്ടുപോയി അവതരിപ്പിച്ച് അനുമതി നേടിയ അതേ ഉദ്യോഗസ്ഥൻ, മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഗവേഷണം നടത്തുന്നവരല്ല, അവരുടെ മേലധികാരി, അദ്ദേഹം തന്നെ ഈ സാങ്ഷനായി കഴിഞ്ഞപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ ചെന്ന് പറയുന്നു, ഈ ഫണ്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ട, അലോട്ട് ചെയ്യണ്ട, പിൻവലിക്കണം. എന്താണ് കാരണം? കാരണം രാഷ്ട്രീയമാണ്. ഗവേഷണം നടത്തുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അധ്യാപകന് ഈ പറയുന്ന മേലധികാരിയുടെ അതേ രാഷ്ട്രീയം അല്ലാത്തതുകൊണ്ട് ആ ഗവേഷണവുമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല. ഞാൻ ഈ സെയിലിംഗ് കമന്ററിയിൽ ഇത് അവതരിപ്പിക്കാൻ പലപ്പോഴും ഈ ഗവേഷണം നടത്തുന്ന അധ്യാപകനെയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള കുട്ടികളെയും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഇത് പിന്നെ അവർ കട്ട് ചെയ്തു. പിന്നെ ഒരു ഫോൺ എടുക്കത്തില്ല, സംസാരിക്കത്തില്ല, മെസ്സേജ് അയച്ചാൽ മറുപടി തരത്തില്ല. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ അവസാനമായിട്ട് ഒരു അൾട്ടിമേറ്റം പോലെ ഞാൻ പറഞ്ഞു, ഞാൻ മേലിൽ ശല്യപ്പെടുത്തില്ല, യെസ് ഓർ നോ പറയുക, നമുക്കിവിടെ അവസാനിപ്പിക്കും. അങ്ങനെ ആ അധ്യാപകൻ എന്നെ വിളിച്ച് പറഞ്ഞു, നാണക്കേടുണ്ട് പറയാൻ, ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കുതികാൽ വെട്ടാണ്. 20 ലക്ഷം രൂപ അനുവദിച്ചു, ഗവേഷണം പൂർത്തിയാക്കേണ്ട സമയമായി. പക്ഷെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ അനുവദിച്ച പണം തിരിച്ചെടുക്കാൻ മേലധികാരി ആവശ്യപ്പെട്ടത് കാരണം ഗവേഷണം മുന്നോട്ട് പോയില്ല. തുടങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അതുകൊണ്ട് ഗവേഷണം എവിടെയും എത്തിയിട്ടില്ല. ഞാൻ പറയാൻ കാരണം, നമ്മുടെ അധംപതിച്ച രാഷ്ട്രീയം എത്രത്തോളം നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിക്കുന്നു. ഇത് തൊട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്, അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. തൊട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിലെ അമിത രാഷ്ട്രീയം ഗവേഷണത്തെ പോലും പിന്നോട്ടടിക്കുന്നു. സംസ്ഥാനത്തിന്റെ വളർച്ചയെ പോലും, പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന ആരാണ്? സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഏജൻസി. ഗവേഷണം എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനത്തെയും ജനസമൂഹത്തെയും മുന്നോട്ട് നയിക്കേണ്ടവരാണ്. അവിടെ ഈ പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയം
ഈ ഗവേഷണത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ കൂച്ചുവിലങ്ങിട്ട് ഇല്ലാതാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളിടത്ത് ഈ മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനം പ്ലാനിംഗ് ബോർഡിലെ തന്നെ ഒരു ഞാൻ നേരിട്ട് ഇടപെട്ട വിഷയമാണ്. പ്ലാനിംഗ് ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു സർവകലാശാല വൈസ് ചാൻസലറോട് തന്നെ ചോദിച്ചു. ഇത് 3-4 വർഷം മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹം വൈസ് ചാൻസലറോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഇന്ധനത്തെ, അദ്ദേഹത്തിന് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ വൈസ് ചാൻസലർക്ക് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഇന്ധനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ സത്യാവസ്ഥ? പെട്ടെന്ന് തന്നെ മറുപടി അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല, ഒരു സാധ്യതയുമില്ല, തീർന്നു. ഇങ്ങനെ അമേരിക്ക അവാർഡ് കൊടുത്ത് 10 കോടി രൂപ അവാർഡ് കൊടുത്ത് ഇന്ധനത്തെ പ്രോത്സാഹിപ്പിക്കാനും 400 കപ്പലുകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള അവരുടെ അനുഭവം പറയുകയും ചെയ്യുന്ന ഒരു കാലത്ത് സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിനിടയിൽ ഒരല്പം ആശ്വാസം ലഭിക്കുന്ന ഒരു പ്രവർത്തനം നടത്താൻ പോലും അനുവദിക്കാത്ത നിഗൂഢ ശക്തികളാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നിടത്ത് നാളെ അങ്ങനെയല്ല കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് പുതിയ സർക്കാരിന്റെ കടമയാണ്. ഇത്രയധികം പ്രതികരണങ്ങൾ ലഭിച്ച ഒരു എപ്പിസോഡ് വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പോസ്റ്റ് ചെയ്തവര്, പ്രോഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്തവരും വ്യക്തിപരമായി കാര്യങ്ങൾ അറിയിച്ചവരുമുണ്ട്. സെയിലിംഗ് കമന്ററി തുടരണം എന്നാണ് ബഹുഭൂരിപക്ഷവും 99.999% തുടരണമെന്നാണ്. എനിക്കറിയില്ല, ഇതൊരു പോരാട്ടമാണ്, ഇതൊരു ചടങ്ങായിട്ട് നിർവഹിക്കുന്നതല്ല, ഇതൊരു പോരാട്ടമായതുകൊണ്ട് തന്നെ പരമാവധി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അതിനിടയ്ക്കും ചില അപസ്വരങ്ങളുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. ഈ പ്രതികരണം നൽകിയവരോട് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. കാരണം ഇതൊരു കൂട്ടായ ഒരു സ്ട്രഗിളാണ്, സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വിമോചനത്തിന് വേണ്ടിയുള്ള, ഏറ്റവും പാവപ്പെട്ടവന്റെ മോചനത്തിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക പോരാട്ടമാണെന്ന് 30 വർഷം മുമ്പ് മനസ്സിൽ കുറിച്ചിട്ടും പ്രഖ്യാപിച്ച് നടന്നൊരു സമരം പല ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഈ ബാറ്റൺ ഏറ്റെടുക്കുന്നത് വരെ ഇതുപോലെ തന്നെ സെയിലിംഗ് കമന്ററി എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ആയുഷിന്റെ ബലം നൽകുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ വീഴ്ച പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം.